വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നവർക്കാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നേരത്തെയുള്ള പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നേരത്തെ മാവ് തയ്യാറാക്കി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറികളും പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് എന്തെങ്കിലും ചട്നി എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചട്നി ഇല്ലാതെയും കഴിക്കാം, വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അതായത് ഇതുപോലെ ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ടിരിക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വരും. നല്ല സോഫ്റ്റായി എന്തോരം തണുത്തിരുന്നാലും പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വരും. അതിൻ്റെ ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല മുരിഞ്ഞിട്ടും ഉള്ളൊരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു മിക്സിയാണ് എടുത്തേക്കുന്നത്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തോരം മാവാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന അളവ് അതിനനുസരിച്ചിട്ടാണ് 3 ഉരുളക്കിഴങ്ങ് എടുത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. പച്ചമുളക് നമുക്കത് അതുപോലെ ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 കപ്പ് റവയാണ്. നമ്മളിവിടെ ഉപ്പുമാവിനെല്ലാം ഉപയോഗിക്കുന്ന സാധാരണ റവയാണ് കേട്ടോ. വറുത്ത റവയാണിത്. വറുക്കാത്ത റവയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ 1.5 കപ്പ് റവ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയുടെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തൈരിൻ്റെ പകുതിയാണ് ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാമാന്യം വല്ലാതെ പുളിയുള്ള തൈരല്ല, സാധാരണ ചെറിയ പുളി ഉള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വെള്ളം ചേർക്കാതെയാണ്, തൈര് മാത്രം ചേർത്തിട്ടാണ് അരച്ചത്. ഇനിയിപ്പോൾ നേരത്തെ എടുത്ത കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ അതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്കാണ് ഇതുപോലെ ഇങ്ങനെ അരച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ മാവ് റവയും അരിപ്പൊടിയും ഇതെല്ലാം ചേർത്തിട്ട് ശരിക്കൊന്ന് നല്ലൊരു മാവിൻ്റെ പരുവത്തിൽ ഇതിങ്ങനെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഇതൊന്ന് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല കട്ടിയിലാണ് ഇരിക്കുന്ന റവ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയിലുള്ള മാവായിരിക്കും. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കാൻ പോവുകയാണ്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നേരത്തെ എടുത്ത കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാൻ പോകണം. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ കുറച്ചൊന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. വെള്ളമെല്ലാം നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ബൗളിലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളമെല്ലാം കറക്റ്റ് പാകത്തിന് ആക്കി കൊടുക്കാം. ഇപ്പോൾ മാവ് കൂടെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള തൈര് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്നാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച കപ്പിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ട് മിക്സി ജാറിൽ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സിയിൽ ബാക്കി പിടിച്ചിരിക്കുന്ന മാവിൻ്റെ അംശങ്ങളും അതെല്ലാം ചേർന്ന് വരും. അപ്പോൾ അതിനായിട്ടാണ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ശരിക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ ഈ മാവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് എരിവൊക്കെ ഓൾറെഡി ഉണ്ട്. പച്ചമുളക് അരച്ചിരിക്കുന്നതുകൊണ്ട് മാവിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സെറ്റാവാനായിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 3-4 തണ്ട് കറിവേപ്പില മുറിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വാസന ഉണ്ടാവും. അപ്പോൾ ദോശ ശരിക്കൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ല വാസന ഉണ്ടാവും. അപ്പോൾ 3-4 തണ്ട് കറിവേപ്പില മുറിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ തന്നെ ദോശത്തവ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തവ ശരിക്കൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. അതിനുശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്തോരം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ദോശ ഇവിടെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം വേണം ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീതെ നമുക്കിതൊന്ന് ശരിക്കൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടാണ് 1/2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഡ്രോപ്പ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത്
കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആദ്യത്തെ ദോശ ആയതുകൊണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് ശരിക്കൊന്ന് അടിഭാഗം ഒന്ന് വിട്ട് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അടിഭാഗം ചെറുതായിട്ടൊന്ന് വിട്ട് വന്ന് തുടങ്ങുമ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ദോശ ഇവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ശരിക്കൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മൊരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് നമുക്ക് ശരിക്കൊന്ന് മൊരിച്ചെടുക്കുക. മറ്റേ ബാക്കിലെ സൈഡ് ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നിടം വരേക്ക് നമുക്കിതൊന്ന് കുറച്ച് സമയം ഒരു 1-1.5 മിനിറ്റോളം ഇതിങ്ങനെ ചെറിയ ചൂടിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അതുപോലെ ഇങ്ങനെ മടക്കിയിട്ടെടുക്കാം. മടക്കുമ്പം ശരിക്കും ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ദോശ. അതുപോലെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ബാക്കിയുള്ള ദോശകളും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ബാക്കി മാവും നമുക്കിതുപോലെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് നല്ലപോലെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുത്തിട്ട് എടുക്കാം കേട്ടോ. കറികളൊന്നും വേണ്ട. ഇഞ്ചിയുടെ ടേസ്റ്റ്, പച്ചമുളകിൻ്റെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ മൊരിഞ്ഞും കൂടി ഇരിക്കുന്ന ദോശയാകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ദോശ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് ധൃതി പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യേണ്ട സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് ബോക്സിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. തണുത്തിരുന്നാലും ഒട്ടും ടേസ്റ്റിനൊന്നും ഒട്ടും കുറവ് വരില്ല. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കറികളും ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.